ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പഴേ എടുത്ത് കുത്തിക്കോ, കാരണം നല്ല ഒന്നാം തരം തെറിവിളികളൊക്കെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോണത്. മയിരെ ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്രമല്ലടാ, കള്ള മയിരെ, കാട്ടു മയിരെ. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. പറിക്ക് വരെ സാനിറ്റൈസർ അടിച്ച് നടക്കണം എന്ന് പറയുന്നവനല്ലയോ നീ? ഞാൻ ആരോടും അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും സാനിറ്റൈസർ അടിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആര് പറയാൻ? ഇതൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റിയ കാര്യമാണ്. അത് തന്തയിലാഴിയാണ്, എന്തൊക്കെ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എക്സാക്ട്ലി, അത് തന്തയിലാഴിയാണ്. അതായത് മറ്റുള്ളവന്റെ ലൈഫിലെ ഒരു പ്രശ്നത്തിന് സ്വന്തം കണ്ടതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഊമ്പുന്നത് തന്തയിലാഴിയാണ്. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. എന്തോ ആയിക്കോട്ടെ, സ്വന്തം പെങ്ങളെ പറ്റി അത് കണ്ടന്റ് ആണെങ്കിലും അത് റിയൽ ആയിട്ടാണെങ്കിലും ഇതൊക്കെ ഇവിടെ വന്ന് ഞങ്ങളോട് പറയേണ്ട കാര്യം എന്തുവാ മൈരേ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഇവൻ എനിക്ക് ഈ തെറി പറയുമ്പോഴത്തേക്കും ഇവൻ ഈ കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ആദ്യം ബേസിക് ആയിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് അവൻ ഒന്ന് ചിന്തിക്കണം, അവനത് പറയാൻ എന്ത് യോഗ്യത ഉണ്ടെന്ന്. എന്നിട്ട് വേണം കണ്ടവരെ ഇങ്ങനെ മൈരെന്നും മറ്റൊന്നും വിളിക്കാൻ. കേട്ടോ മൈരെ? അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. സ്വന്തം അമ്മയുടെ അടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ അതുകൊണ്ടാണല്ലോടാ മൈര നീ ഇങ്ങനെ വന്ന് മൊബൈലും തൊലിച്ചു വെച്ചിരുന്ന് പറയുന്നേ. എടാ മൈരെ, ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്രമല്ലടാ, കള്ള മൈരെ, കാട്ടു മൈരെ. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. അല്ല എന്നെ മൈരെന്ന് വിളിക്കുമ്പോ എനിക്ക് തിരിച്ച് മൈരെന്ന് വിളിക്കാം, ഒരു കുഴപ്പമില്ല. എന്നെ നോയിച്ചാണ്ടല്ലോ, ഞാൻ തന്നെ മേടിച്ചു പോയി. നീ സ്വന്തം പെങ്ങളെ പറ്റിയൊക്കെ ഇതിന് മുമ്പ് ഇത്തരം പറഞ്ഞത് ഭയങ്കര മോശമായി പോയി. അയ്യേ, സ്വന്തം വീട്ടില് മറ്റേ മയക്കുമരുന്നും അതുപോലെ തന്നെ ആയുധങ്ങളും ഒക്കെ ശേഖരിച്ച് വീടിനകത്തോട്ട് പോലീസുകാരെ കൊണ്ട് നിരങ്ങിച്ച ടീംസാണ് വലിയ വലിയ കൊണയടിക്കുന്നതെന്നുള്ളത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. പിന്നെ നാണക്കെടുത്തി ഇവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവൻ ഇനി ഇതെടുത്ത് വെച്ചിട്ട് അവന്റെ പേജിൽ ചൊരത്തും, കാരണം അവൻ നാണമില്ലാത്തൊരു മൈരനാ. അപ്പൊ നീ ഏത് മൈരനാടാ? നിനക്ക് ഭയങ്കര നാണം കൂടിയിട്ടാണോ നീ ഇങ്ങനെ ഇരുന്ന് ചൊരത്തുന്നത്? നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരാശ്വാസം. മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും തിരിച്ചു പോവാം.